ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രസിഡന്റ് പത്മകുമാർ അന്വേഷണ സംഘത്തോടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയായ സൂചന. ഇന്നത്തെ ഭരണസമിതി അംഗങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും ദേവസ്വം മന്ത്രിക്ക് ഉണ്ണിക്കുണ്ണം പോറ്റിയെ വളരെ മുൻപ് തന്നെ പരിചയമുണ്ടായിരുന്നെന്ന് ഉണ്ണിക്കുണ്ണം പോറ്റി ഇയാളോട് പറഞ്ഞിരുന്നെന്നും അയാൾ വെളിപ്പെടുത്തി. അപ്പോൾ കുടംപുളിയിലേക്ക് അന്വേഷണം പോകരുത്, പഞ്ചായത്ത് കിടക്കണം. അതിനുവേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഭർത്തൃമതിയായ അതിജീവിത പരാതിയുമായി എത്തുന്നു. പിന്നെ വളരെ പെട്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പരാതി ദൈവതുല്യനടുത്തെത്തുന്നു. ആഹാ, പെണ്ണ് കേസ് വന്നാൽ പ്രബുദ്ധ കേരളം ബാക്കി എല്ലാം മറക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ ചെന്നായ്ക്കൾക്കും അറിയാം. പ്രബുദ്ധരെ ശശിയാക്കാൻ ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ധാരാളം. എന്നാലും ദൈവതുല്യ സ്വർണം ചെമ്പായതേ അവിടെ തന്നെ നിൽക്കും. സരിതയുടെ മൊഴി താങ്ങാൻ കേരളത്തിന് കേൾപ്പുണ്ടാവില്ല എന്നാണ് ആ മഹതിയും അത് എഴുതിച്ചവരും പറഞ്ഞത്. എന്നിട്ടെന്തായി? ഇവിടെ യുവതി ഭർത്തൃമതിയാണ്. യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടത് അവരുടെ ഭർത്താവാണ്. ഈ രണ്ടുപേരും ചേർന്ന് അയാളെയാണ് ചതിച്ചത്. ഇവിടെ രണ്ടുപേരുടെ പൂർണ്ണ സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം ബലാത്സംഗമാവില്ല അന്തങ്ങളെ. പിന്നെ കേസിന് ബലം നൽകാൻ കമ്മി വക്കീലന്മാർ പടവെടുത്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ എഴുതി ചേർക്കും. കോടതിയിൽ ചെല്ലുമ്പോൾ 4 മടക്കി പോക്കറ്റിൽ വയ്ക്കാൻ പറയും. മാത്രമല്ല, ഇപ്പോൾ അമ്പലക്കള്ളൻ കമ്മികൾ അടപടലം ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്ന ഈ സമയത്തെ താൽക്കാലികമായി ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഈ പഞ്ചായത്തൊക്കെ ഒന്ന് കടന്നുകൂടണം. അതിന് ഭർത്തൃമതിയായ അതിജീവിത ജോലി ചെയ്യുന്ന കമ്മി ചാനൽ ഭീഷണിപ്പെടുത്തിയെന്നും വാർത്ത വരുന്നു. എന്തേ? എത്രയും പെട്ടെന്ന് ഇയാൾക്കെതിരെ പരാതി കൊടുക്കണം. അതായത് രമണ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നർത്ഥം. മറ്റൊരു കരക്കമ്പിയും കേൾക്കുന്നു. സത്യമാണോ കമ്മികളെ? 7.5 പൊന്നാന 7.5 ചെമ്പാനയായെന്ന്. ശിവശിവ, ഇതിനിടയിൽ അതും സാധിച്ചോ?